ഞാൻ കുറേ ഇപ്പം ഇങ്ങനെ ചിന്തിച്ച് കാണ്ടുകൊണ്ട് നടന്നപ്പോൾ ഈ റൗണ്ട് ആവുമ്പോഴത്തേക്ക് എത്തി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ വീട്ടിൽ പോയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് അപ്ലോഡ് ചെയ്യാനതാ എനിക്കൊരു നൈസിലെന്തുണ്ട്, നൈസിൽ നല്ല പേടിയുണ്ട്. പേടിയെന്ന് വെച്ചാൽ എന്ത്, അഹങ്കാരി ആവണോ എന്നുള്ളൊരു എന്താവുന്നുണ്ട്, ആ ഒരു ഇതാണ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു ചെയ്ത് കണ്ടൻറ്റ് ഞാൻ എറിയണ്ടാ, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞേ. പിന്നുണ്ടോ എൻ്റെ ഒരു എന്തുണ്ട്, ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ഞാൻ അപ്പം ഒന്ന് എന്ത് ചെയ്ത് എൻ്റെ പ്ലാനുകളെ കുറിച്ചാണ് ചേഞ്ചാക്കി. പക്ഷേ ആ ചേഞ്ചിങ്ങൊന്നുമില്ല, നേരാണ്ട് അപ്ലോഡ് ചെയ്യുന്നത്. കിട്ടിയ സ്പോട്ടിൽ ഇങ്ങനെ കൊടുക്കാം. പക്ഷെ നമുക്ക് അതിനോട് ദേഷ്യം കാര്യമൊന്നുമില്ല. നമ്മൾ രക്ഷപ്പെടാൻ ചെയ്യുന്നത് ഓല് നമ്മൾ കൂടെ കൂട്ടും. കാരണം നമ്മൾ ഇന്നലും കാലം തുടങ്ങിയതല്ലല്ലോ, കാലം കുറേ ആയില്ലേ. പോയ കാലവും കണ്ട വഴികളും അത്രയും മനോഹരമായിരുന്നു എന്നാണ് ആര് പറഞ്ഞ്, ഞാൻ പറഞ്ഞു കണ്ട്. ഇനി അവിടെ നിന്ന് ഇരിക്കട്ടെ. എന്നിട്ട് ഞാനിങ്ങനെ അപ്പോൾ എന്ത് കഥയെന്ന് വെച്ചാണല്ലോ ചങ്ങായിമാരെ, എന്താണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് അങ്ങനത്തെ ഒരു സാധനമില്ല എൻ്റെ വീഡിയോയിലല്ലേ. ഞാൻ ഇപ്പം അങ്ങോട്ട് പറയുന്നേ, ഇൻട്രോ ഇല്ലാത്തൊരു വീഡിയോ ആണിത്. ആകെ ഷെഡ്യൂള് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്കാണ്ട് കിടക്കേണ്ട ഒരു വീഡിയോ ആണ്. ഞാൻ ആ സമയത്ത് ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്, സീനൊന്നുമില്ല. പിന്നെന്ത് കഥയെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് പോയി ഇരുന്നുകൊണ്ട് മെല്ലെ ഞാൻ അങ്ങനെ എൻ്റെ ഓർമ്മയിലിങ്ങനെ അപ്പം അയത്തതിൽ വരട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. അത് കേട്ടോ എന്ന് പറഞ്ഞാൽ പട്ടോ എന്ന് പറഞ്ഞാൽ പൊട്ടിയിട്ടുണ്ടാവും. പക്ഷേ കേൾവിയല്ലേ എല്ലാം. ഭയങ്കര കളിന്ന് വെച്ചാൽ ഭയങ്കര കളിയെന്ന്. ആ ഒരു സെക്ഷൻ പിടിച്ചിട്ട് ഇരിക്കുമ്പല്ല എന്തൊക്കെ കാണ്ടില്ല അങ്ങനെ എന്നൊക്കെ ഉള്ളൊരു സെക്ഷന്. പക്ഷേ ഇപ്പോൾ ഓലോട് ഒന്നും പറയാത്ത മാതിരിക്കൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ പരിപാടി ഉണ്ട്, ഇവിടെ നിർത്തട്ടെ. ഏത് ദേഷ്യം, മറ്റുള്ളവരോടുള്ള ദേഷ്യം പറയും കാര്യങ്ങളും ഇതൊക്കെ അങ്ങനത്തെ ഒരു കാര്യമില്ല. കാരണം കൊണ്ട് നടന്നവർക്ക് അറിയാം, അത് പിന്നത്തെ നേരത്തത് എവിടെയെങ്കിലുമൊക്കെ വരും കിട്ടിയിട്ടുണ്ടാവും. നല്ല മഞ്ഞൊക്കെ ഉണ്ട്, നല്ല കിടിലൊരു സുപ്രഭാതം തന്നെ ഇട്ടൊന്നും കിട്ടിയത്. എന്താ ചട്ടിക്കളാ, ഇതെന്ത് സ്ഥലം എന്നാവും, സ്ക്രാപ്പാണ്. ഹലോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ
കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒരു വീഡിയോ ഞാൻ എന്തുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ച് കണ്ട് ഫുൾ സെറ്റ് ആയി കണ്ടെന്ത് രഷ്യാന്ന് കണ്ട് ഞാൻ വന്നിട്ടതാ. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടേന്ന് ഇത് എങ്ങനെയാണ് ഓണാക്കണ്ടി എന്നുള്ളൊരു എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളൊരു ചങ്ങായിനെയും കൂട്ടിയിട്ട് ഓനെയും പാടിയും കൂട്ടിക്കാണ്ട് പറഞ്ഞിക്കാണ്ട് നമ്മക്കാണ്ട് അങ്ങനെ ഓണാക്കാനുള്ളത്. പക്ഷെ എനിക്കെന്ത് പറഞ്ഞ് ഓണാക്കണെങ്കാട്ടി നല്ലതാ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിട്ടല്ലോ നടത്തി തരൂ. കാരണം ഞാനതാ ഒരു 19 മിനിറ്റ് ഞാൻ സൈലൻ്റ് കാണ്ട് കുറേ ശ്വാസം വലിച്ച് കാണ്ട് ചിരിച്ച് കാണ്ടു. പക്ഷെ ഞാനപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെ മിന്നേന്ന് മണ്ടിയിൽ വന്ന വൈൻ ജീവിതം ഇപ്പം എത്തി നിൽക്കേണ്ടതും പല കാര്യങ്ങളായിട്ട് ഞാനിതെങ്ങനെ പറയാം അത് എനിക്കറിയില്ലെന്ന്. ഇപ്പം ആ ഒരു സൈലൻ്റ് ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ച് ആ സൈലൻ്റ് പോയിന്ന്, സൈലൻ്റായി വിചാരിച്ച് ഫുൾ പവർ കോൺഫിഡൻസിൽ വന്ന് കാട്ട് വീണ്ടും സൈലൻ്റായി വിചാരിച്ച്. പക്ഷെ ഞാനാ വീഡിയോ ഇട്ട് ഏത് ആദ്യം പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ഇവന് കിളി പോയി എന്ന് പറഞ്ഞു കണ്ടുള്ള ആ സാധനം പേര് വിചാരിച്ച് കണ്ട് പോയ കിളി തിരിച്ചാൽ കിട്ടൂല എന്നോ. അപ്പോഴാണ് കറക്റ്റ് എന്തുണ്ടായത്, രാത്രി ഉണ്ട് ചെറിയ വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വിളിച്ച്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ ഇന്നലെ പോയി. ഇന്നലെ പോയിക്കാണ്ട് ഡ്രസ്സ് എടുത്തില്ല, ഞാൻ പോയിക്കാണ്ട് എടുക്കുന്നതാണ്. ഇജ്ജ് എടുക്കാതെ വരും വിചാരിച്ച്, അല്ല ഇജ്ജ് എടുക്കാതെ വരും എന്ന് പറഞ്ഞു അവനോട്. പക്ഷെ ഞാനും അവന് ആ ഒരു ഈഗോ പിടിച്ച് കാണ്ട് പോകും, എനിക്കുള്ള ടീഷർട്ട് എടുത്ത് കാണ്ടിരും വിചാരിച്ച്. പക്ഷെ ഓ എടുക്കാതെ വന്നത്. അപ്പം എന്ത് കഥ, കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ എനിക്ക് കേൾക്കണ്ടായിരുന്നു. കാരണം അവിടെ പോയാൽ ഡ്രസ്സ് എടുക്കില്ല എനിക്കറിയാം, വേണ്ട ഞാൻ വേണ്ട പറഞ്ഞത്. പക്ഷെ അവന് അന്ന് ഞാൻ ഓനും പാടി എനിക്കും ഡ്രസ്സ് എടുക്കാളെ എൻ്റെ അടുത്ത് പണ്ടൊന്നുമില്ല. ആ രോഗം 1-2 ദിവസമായിട്ട് ഭയങ്കര പ്രഷറാണ് വണ്ടിയിൽ. വിസിറ്റിങ്ങിൻ്റെ ആൾക്കാർ വിളിച്ച് കലി അങ്ങനെ ഒരു കഥയിന്ന്. നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ള ആൾക്കാരോട് റൂഡായി പോയി. അതൊക്കെ പോട്ടെ, എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ അത് എന്നിട്ട് എന്തൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ കഥ എനിക്കറിയില്ല ഇനി എങ്ങനെയാണ് ഓടലെന്ന്. നേപ്പാൾക്ക് ടിക്കറ്റ് എടുത്തല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ നേപ്പാൾ പോകാനൊന്നുണ്ടല്ലോ ഇച്ചിരി കൂടുതലാണ് ടിക്കറ്റ് പ്രൈസ്. ഏതാ സാധനമാണ് അടിപൊളി. ഇപ്പോഴത്തൊക്കെ ഓരോ കാറാൾ പോകുമ്പോഴാണ് വെറുതെ എന്ന് പറയും. കാരണം നമ്മളെ പറഞ്ഞു പോവാണ്. കാറ് അപ്പം എന്താ പറഞ്ഞ കാര്യം, കാറിന് കുറേ കാര്യങ്ങൾ പറയാണ്ടായിന്ന്. പക്ഷെ എന്ത്
ആകെ ഒരു ഒന്നും പറയാതാ മൊത്തത്തിലാണ്ട് ബ്ലാങ്കായി. പിന്നെന്താ ചോദിച്ചാൽ വേറൊരു കാര്യം അങ്ങനെ പറഞ്ഞു തന്നില്ലല്ലോ. എന്ത് കാര്യമോ അതായത് നിങ്ങൾക്കൊരു അതായത് എന്തപ്പോൾ ഓൻ്റെ പേരും അറിയില്ല, ഓൻ്റെ നാടും അറിയില്ല, ഓൻ്റെ 1-2 വീടൊക്കെ ആദ്യമൊക്കെ കാണുമ്പോൾ ഞാൻ ഇപ്പനേതാ ഇതൊക്കെ ഈ പറയുന്നത് ഇതൊക്കെ. അതായത് ഒരു ക്രിയേറ്റർ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പം അതിൽ ഏതൊക്കെ കാര്യം ആദ്യമൊക്കെ നമ്മൾ കേൾക്കൽ ഇത്തവൻ പറയണെന്ന് അറിയും. പക്ഷെ ആ പറഞ്ഞ് വേറെ ആർക്കെങ്കിലും എന്താണ് വളാവേണ്ട സാധനം, നമുക്ക് വളാവേണ്ട എന്ത്, നമ്മളെ ഒരു സമയമുണ്ട് ആ ഒരു വീഡിയോ നമ്മളിലേക്ക് എത്താൻ. എന്നാൽ നമ്മളിലേക്ക് കറക്റ്റ് എത്തുമ്പോഴതാ എന്ത് നമ്മൾ വീണ്ടും കഴിഞ്ഞാണ്ട് നടക്കൽ തുടങ്ങും. ഒരു കൊല്ലമൊക്കെ മുന്നേ പക്ഷെ അന്ന് ഓന് പറഞ്ഞ കാര്യം ഓനെ ഞാൻ വിലയിരുത്തിയതും ഇപ്പം ഞാനിപ്പോൾ അവൻ്റെ ഒരു പിക്ക് ഞാനിപ്പോൾ ഇന്നലെതാ മാറ്റിയപ്പോഴുണ്ടല്ലോ അവന് വേറെ എന്തോ ഒരു കഥ. പക്ഷേ അവനെ ഞാൻ ഇതിലൊന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ജീവിതത്തിൽ വരാനുള്ളൊരു ഒരു സംസാരമാണ് നമ്മൾ ആ നേരത്ത് കേൾക്കേണ്ട സാധനം നമുക്ക് കറക്റ്റ് കിട്ടല്. അപ്പം ഞാനും ഇതേമാതിരിക്ക് പറയണം. അതെനിക്ക് എൻ്റേതായ ഒരു രീതിയിൽ ഇത്ര മതി എത്തിയാൽ ഞാൻ ഹാപ്പി അല്ല. അതായത് ഞാൻ ഹാപ്പി എന്ന് വെച്ചാൽ എനിക്ക് അതങ്ങനെ വീഡിയോ ചെയ്യാനും സംസാരിക്കാനും പേടിയാണ് അല്ലേ. പേടിയെന്ന് വെച്ചാൽ പേടി തന്നെ നിൽക്കുക. പേടിയെന്ന് വെച്ചാൽ എന്ത്, ആ സ്ഥലത്തിനെ കുറിച്ച് അറിയില്ല, പിന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ള അങ്ങനെയൊക്കെ ഓരോ തൊട്ട് പിന്നെ കുറേ ചിന്തിപ്പിച്ചോ കിട്ടിയത്. ഞാൻ ഇന്നെ കുറേ ചിന്തിച്ച് കാണ്ട് എനിക്കാണ് മടുത്ത്. അപ്പോഴാണ് ഞാൻ ഈ പെന്നും ഡയറിയൊക്കെ എടുത്തുകാണ്ട് ഈ ഡയറി എന്നല്ല ഈ എഴുതാൻ അങ്ങനെയൊക്കെ കുറേ എഴുതുന്നുണ്ട്. നമ്മളതാ കറക്റ്റ് റീഡ് ചെയ്യും, മൈൻഡ് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുറേ മുന്നേ പഠിച്ചതാണ്. പക്ഷേ അത് വേറെ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്ത് അതായത് യൂസ് ആയിട്ടുള്ളത്. പണ്ട് വരുത്തുണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, പണ്ട് ഒരു കൊല്ലം മുന്നേ അബുദാബിയിലൊരു 8 വെട്ടി എന്നൊക്കെ പറഞ്ഞു കണ്ട്. എനിക്ക് കളിയാണ് വന്നത്. കാരണം നമ്മളറിയാം കറക്റ്റ് ഇന്നെ അറിയേണ്ട ആൾക്കാർ എന്ത് ചെയ്യുള്ളൂ, പേര് മാറ്റിക്കാണ്ട് വന്നേക്കാണ്ട് എന്ത് ചെയ്യുക, ആരാണ് നിനക്കറിയില്ല. പക്ഷെ എന്നെ അറിയേണ്ടവർക്കാണ് ഞാൻ എഴുതിയ കാര്യങ്ങളും പോസിറ്റീവ് വൈബ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മളെ തന്നെ പുഷ് ചെയ്യുക. പക്ഷെ ബാക്കൊന്നും നല്ല പുഷിങ് വരുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെ തന്നെ പുഷ് ചെയ്യാൻ. അതായത് എന്താ പറഞ്ഞ് നമ്മളെ ബാക്കിൽ നിന്നൊരു പുഷിങ് നല്ല വരുന്നുണ്ടാവും. അത് നമ്മളെന്ത് മെല്ലെ ചെയ്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും എന്ത് അതെന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം. ഞാൻ ഇങ്ങനെ നടക്കും ഒന്നും മിണ്ടൂല. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോഴാണ്
എന്തുണ്ടാവില്ലേ? ഒന്നും മുണ്ടിയിട്ടില്ലെങ്കിലും ആളെ മരിച്ചു പോയാലതാ. മരിപ്പിന് നമ്മളെ വടയും ചോറും തിന്നണ നേരത്ത് ഇവൻ്റെ വീഡിയോയും കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവില്ലേ? അപ്പോൾ ഞാൻ ജയിച്ചിട്ടുള്ളൊരു തെളിവാണ് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തത്. അതാണ്, വേറൊന്നുമില്ല.